Then 2.2 calculate the total number of electrons present in 1 mole of methane. എടാ ഒരു മോൾ മീഥെയിൻ അല്ലേ? വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് മീഥെയിൻ? CH4. അതിൽ ഒരു കാർബണും ഉണ്ട്, 4 ഹൈഡ്രജനും ഉണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എടാ കാർബണിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? കാർബൺ ഹാസ് 6 ഇലക്ട്രോൺസ് ആൻഡ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ നമുക്കുണ്ട്? 4 ഹൈഡ്രജൻ. സോ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ചെയ്യണ്ടേ? മൊത്തം എത്ര വന്നപ്പം 4 ഇലക്ട്രോൺസ് ആയില്ലേ മൊത്തം? സോ ഇതിലുള്ള 6ഉം ഇതിലുള്ള 4ഉം എത്ര ഇലക്ട്രോൺസ് ആയി? മൊത്തം 10 ഇലക്ട്രോൺ ആയി അല്ലേ? അതാരൊക്കെ? 1 മോളിക്യൂൾ അല്ലേ? ഒരു മോളിക്യൂളിനകത്ത് എത്രയുണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. ചോദിച്ചെത്രയാ? 1 മോളിനകത്താ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? ടോട്ടൽ ഇലക്ട്രോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമുക്ക് 4. ഒരാൾക്ക് എത്രയുണ്ട്? ഒരാൾക്ക് 10 എണ്ണം ഉണ്ട്. ഒരു മോൾ നമ്മൾ എത്ര എണ്ണം വേണം? 6.022 ഇൻറ്റു 10⁻23. ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 10⁻1 ആണത്. 23 വെച്ചാൽ വരും 6.022 ഇൻറ്റു 10⁻24. അത്രയും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ശരി, സിമ്പിൾ അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ 1 മോൾ ഓഫ് മീഥെയിൻ ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. ശരി, നെക്സ്റ്റ് നമുക്കുള്ള ചോദ്യം, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ and the total mass of neutrons in 7 milligram of carbon 14. എടാ അത് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആളാരാടാ? കാർബൺ 14 ആണ്. ആരാണ്? കാർബൺ 14. അതിൻ്റെ മാസ്സാണ് 14 എന്നിരിക്കുന്നത് അല്ലേ? എത്ര എടുത്തിട്ടുണ്ട്? അതിൻ്റെ മാസ് എത്ര എടുത്തേ? അതിൻ്റെ മാസ് 7 മില്ലിഗ്രാം ആണ്. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇത്രയും അളവ് എടുത്തിട്ടുണ്ട് അവർ. അത്രയും അളവിനകത്ത് നമുക്ക് നോക്കേണ്ടത് എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് 7 മില്ലിഗ്രാം എന്ന് പറയുമ്പം അതിൻ്റെ വെയിറ്റ് അല്ലേ? വെയിറ്റ് നമ്മൾ എടുക്കുകയാണ്. എത്രയാ? 7 മില്ലിഗ്രാമാണ്. ഞാൻ അതിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പം എന്ത് ചെയ്യണ്ടേ? കാരണം മില്ലി പറഞ്ഞാൽ എന്താ? 10⁻³ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിന് വെയിറ്റ് എടുത്തു. ഇനി അതിൻ്റെ മോളാർ മാസ്, കാർബണിൻ്റെ മാസ് എത്ര തന്നിരിക്കുന്നതിൽ? 14 ആണ്. സോ 14 ഗ്രാം പെർ മോളാണ് അതിൻ്റെ മാസ്. അപ്പോൾ എനിക്ക് വെയിറ്റും ഉണ്ട്, ഗിവൺ മാസും ഉണ്ട്, മോളാർ മാസും ഉണ്ട്. സോ ഐ ക്യാൻ ഗോ ഫോർ ദ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ എത്ര വരുവാ? ഗിവൺ മാസ് എത്രയാ? 7 × 10⁻³ ബൈ നമുക്ക് എത്രയുള്ളത്? മോളാർ മാസ് എത്രയാടാ? 14 അല്ലേ? സോ 14 എത്ര ആൻസർ വരിക? 5 × 10⁻⁻4 കിട്ടൂലേ നമുക്ക് ആൻസർ ആയിട്ട്? ഓക്കെ, കാരണം 7/14 എന്ന് പറഞ്ഞാൽ 1/2. 1/2 പറഞ്ഞാൽ 0.5. ദെൻ 0.5 ക്യാൻ ബി റിട്ടൺ ആസ് 5 × 10⁻⁻4. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇത്രയും മോൾസ് ഉണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ശരി, നമ്മുടെ പണി കഴിഞ്ഞോ? നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഈ നമ്പർ ഓഫ് മോൾസ് കിട്ടി അല്ലേ? അപ്പം ഇത്രയും വെച്ചാൽ ഈ 7 മില്ലിഗ്രാം ഓഫ് കാർബൺ 14 എന്ന് പറഞ്ഞാൽ ഇത്രയും മോൾസ് ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താ? നമുക്ക് എത്ര ന്യൂട്രോൺസ് എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. കാർബൺ 614 അല്ലേ നമ്മുടെ ആള്? സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത് ചെയ്യേണ്ടത് നമ്മൾ A-Z ചെയ്യണ്ടേ? A എന്താ? 14 ആണ്. Z എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ 6 അല്ലേ? കുറച്ച് എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കാർബൺ 14 8 ന്യൂട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആൾക്കാരുടെ എത്ര ഉണ്ടായിരിക്കും? ചെയ്ത് നോക്കാം നമുക്കല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു എത്ര എണ്ണം ഉള്ളത്? ഒരാൾക്ക് 8 എണ്ണം അല്ലേ? നമുക്ക് എത്ര മോളാണുള്ളത്? 5 × 10⁻⁻4 ഉണ്ട്. ഇൻറ്റു ഒരു മോളല്ലേ നമുക്കുള്ളത് അല്ലേ? അപ്പോൾ ഈ മോളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണ്ടേ? ഏതാണ്ട് ഗുണിക്കണ്ടേ? 6.022 × 10⁻⁻23 ഗുണിക്കണ്ടേ? അപ്പം നമുക്ക് എത്ര കിട്ടൂടാ ആൻസർ? ആൻസർ വരുന്ന സമയത്ത് 8×5 40. ദെൻ 40 × 6 4 അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 2.4 ആക്കിയാൽ 10⁻² കുറച്ചുകൂടെ. അപ്പോൾ 21 അല്ലേ? 2.4 × 10⁻21 നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ. എത്ര എണ്ണം ഉണ്ട് മൊത്തം? ഇത്രയും ന്യൂട്രോൺസ് ഉണ്ട്. ഇത്രയും ന്യൂട്രോൺസ് ഉണ്ട്. ശരി, നമ്മുടെ പണി കഴിഞ്ഞോ? നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ എന്നൂടെ ഉണ്ട്. ടോട്ടൽ മാസ് കൂടെ കണ്ടുപിടിക്കണം. അത് വലിയ പണിയുണ്ടോ മാസ് കണ്ടുപിടിക്കാൻ? ഇല്ല, കാരണം നമുക്ക് ആൾക്കാരെണ്ണം കിട്ടിയില്ല. എത്ര ആൾക്കാരാണ് ഉള്ളത് അല്ലേ? സോ ടോട്ടൽ മാസ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യണ്ടേ? ആൾക്കാരെണ്ണം എടുക്കുക.
2.4 ഇൻറ്റു 10⁻21 ഇത്രയും ന്യൂട്രോൺസ് ഉണ്ട്. നമുക്ക് തന്നതെന്താ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 ന്യൂട്രോൺ? എത്രയാടാ? 1.675 ഇൻറ്റു 10⁻27. ഓക്കെ, അപ്പം ഇത് രണ്ടോ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാസ് കിട്ടും. ശരി, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കുള്ളത് 2.2-ൽ നമുക്കുള്ളത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ആൻഡ് ദ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ 34 milligram ഓഫ് അമോണിയ അറ്റ് STP. STPയിൽ അമോണിയ നമ്മുടെ അടുത്ത് എത്രയാണ്? 34 milligram അമോണിയ ഉണ്ട്. അതിനകത്തുള്ള മൊത്തം പ്രോട്ടോൺസിൻ്റെ മാസ് കണ്ടുപിടിക്കണം, അതേപോലെ അവരുടെ എണ്ണവും കണ്ടുപിടിക്കണം. മാസും വേണം, എണ്ണം വേണം. എടാ, നേരത്തെ പോലെ തന്നെ 34 milligram അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ വെയിറ്റ് എത്രയാടാ? 34 milligram ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10⁻³ ഗ്രാമിലേക്ക് മാറ്റണം. ശരിയല്ലേ? ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് അമോണിയ? നമുക്ക് അമോണിയ ഉണ്ടല്ലേ, അമോണിയ ആവുന്ന സമയത്ത് എത്രയാണ് മാസ് വരിക? നൈട്രജൻ്റെ മാസ് 14 അല്ലേ, ആൻഡ് ഹൈഡ്രജൻ്റെ മാസ് 3. മൊത്തത്തിൽ വരുമ്പോൾ 17 gram/mol വരൂല്ലേ അല്ലേ? 17 gram/mol. ശരിയല്ലേ? അപ്പോൾ ഇനി നമുക്കത് ചെയ്യാനുള്ളത്, യു ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ്. എത്ര നമ്പർ ഓഫ് മോൾസ് വരിക? 34 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 17. അപ്പോൾ എത്ര ആൻസർ വരികടാ? 2 ഇൻറ്റു 10⁻³ മോൾസ്. ഇത്രയും മോൾസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും മോൾസ് ഉണ്ട് നമുക്കകത്ത്. അപ്പോൾ അതിനകത്ത് എത്ര പ്രോട്ടോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കുള്ള ആൾക്കാരൊക്കെയാണ്? അമോണിയ അല്ല നമുക്കുള്ളത്. അമോണിയ ആവുന്ന സമയത്ത് അമോണിയയിൽ ആരൊക്കെ ഉണ്ട്? നൈട്രജൻ ഉണ്ട്. നൈട്രജൻ ഹാസ് 7 പ്രോട്ടോൺസ്. ആൻഡ് ഹൈഡ്രജൻ എത്ര പ്രോട്ടോൺസാണ്? 1 പ്രോട്ടോൺ ഉണ്ട്. ഇൻറ്റു എത്ര പേരുണ്ട്? 3. സോ ഇവിടെ 7 പ്രോട്ടോൺസ്, ഇവിടെയോ 3 പ്രോട്ടോൺസ്. എത്രയാണ്? അപ്പം മൊത്തം 10 പ്രോട്ടോൺസ് ഇല്ലേ? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. സോ അറ്റോമിക് നമ്പർ നമുക്കറിയാമെങ്കിൽ 7 + 3 എത്ര ഉണ്ട്? 10 ഉണ്ട്. പരിപാടി കഴിഞ്ഞില്ലേ? ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഈ പ്രോട്ടോൺസിൻ്റെ നമുക്ക് ഒരാളത് കിട്ടി. നമുക്ക് എത്ര ഉണ്ടടാ? എത്ര മോൾസ് ഉണ്ട്? സോ നമ്മൾ ചെയ്ത് നോക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു എത്രയാടാ? ഒരാൾക്ക് 10 എണ്ണം ഉണ്ട്. നമുക്ക് എത്ര മോളുണ്ട്? 2 ഇൻറ്റു 10⁻³ മോൾസ് ഉണ്ട്. ഇൻറ്റു നമുക്ക് മോൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഗുണിക്കണ്ടേ? 6.022 ഇൻറ്റു 10⁻23 ഉണ്ട്. ഓക്കെ, സോ ദ 10⁻1 ആണ്. 10⁻21 അല്ലേ? സോ 2 ഇൻറ്റു 6, അപ്പോൾ അത് 12.04 ഇൻറ്റു 10⁻21 അല്ലേ വരികടാ? 21. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 1.204 ഇൻറ്റു 10⁻22 എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും എണ്ണം ഉണ്ട് നമുക്ക് കിട്ടും. കുഴപ്പമില്ലല്ലോ? അപ്പോൾ വലിയ പണിയില്ല. ജസ്റ്റ് ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമുക്ക് തന്നിരിക്കുന്ന മാസ് വെച്ച് ഞാൻ എന്ത് ചെയ്തു? മോളാർ മാസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു? നമ്പർ ഓഫ് മോൾസ് കണ്ടു. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് കിട്ടിയപ്പം ഞാൻ പിന്നെ നോക്കിയ എന്താ? ഒരു അമോണിയ എന്ന് പറയുമ്പം നൈട്രജൻ 1ഉം 3 ഹൈഡ്രജനും അല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കി ഒരാൾക്ക് എത്രയുണ്ട്. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഒരാൾക്കുള്ളത് 10 ഇൻറ്റു എൻ്റെ അടുത്ത് എത്ര മോളാണുള്ളത്? ഇത്രയുണ്ട്. സോ മോളിനകത്ത് എത്ര ഉണ്ടാവും? ഇത്രയും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അങ്ങ് കുളിച്ചു. ചെയ്യാൻ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മൊത്തം എത്ര കിട്ടി? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇത്രയാണെന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടടാ? മാസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ അല്ലേ? മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വലിയ പണിയുണ്ടോ? ഇല്ല. സോ മാസ് ഓഫ് പ്രോട്ടോൺ നമുക്കറിയാം. മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 1.672 ഇൻറ്റു 10⁻27 കിലോഗ്രാമാണ്. എന്താ പണിയുള്ളത് നിങ്ങൾക്ക്? ജസ്റ്റ് ഈ വാല്യൂ ഒന്ന് എടുക്കുക. ഈ വാല്യൂ എടുത്തതിന് ശേഷം ഈ വാല്യൂ എടുക്കുക. അതാണ് അതിൻ്റെ എണ്ണം. അത്രയും ആൾക്കാർ നമുക്കുണ്ട്. ഒരാളെ മാസ് എത്രയാടാ? ഇത്രയല്ലേ ഉള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവൻ്റെ ഈ മാസ് ഇൻറ്റു ഈ നമ്പർ കൊണ്ടങ്ങ് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാസ് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ചോദ്യത്തിൻ്റെ കൂടെ ഉണ്ട്, വിൽ ദ ആൻസർ
ചേഞ്ച് ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ ആർ ചേഞ്ച്ഡ്. നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ മാറ്റിയാൽ ഇവരുടെ എണ്ണം വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോട്ടോൺസിൻ്റെ എണ്ണവും അവരുടെ മാസും ഒന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ടെമ്പറേച്ചറോ പ്രഷറോ മാറ്റിയാൽ മാറുന്ന ഒന്ന് അല്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.